സൗദി ബാലൻ മരിച്ച കേസിൽ 18 വർഷമായി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചന ഉത്തരവ് ഉണ്ടായില്ല. രണ്ടാഴ്ചയ്ക്ക് ശേഷം വിധി പറയും. റിയാദ് അൽ-ഇസ്കൽ ജയിലിലാണ് അബ്ദുൾ റഹീം കഴിയുന്നത്. വിവരങ്ങളുമായി ഷിൻസ് സെബാസ്റ്റ്യനുണ്ട്. ഷിൻസ്, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ? മലയാളികൾ ഏറെ പ്രതീക്ഷയോടെയാണ് സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ 18 വർഷമായി തടവിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി കാത്തിരുന്നത്. എന്നാൽ വീണ്ടും പ്രതീക്ഷ രണ്ടാഴ്ചത്തേക്ക് അപ്പുറത്തേക്ക് നീളുകയാണ്. എല്ലാവർക്കും നിരാശ സമ്മാനിക്കുന്ന നടപടിയാണ് റിയാദ് ക്രിമിനൽ കോടതിയിൽ നിന്നുണ്ടായത്. കേസ് പരിഗണിച്ച് കോടതി വിധി പറയാതെ കേസ് മാറ്റിവെക്കുകയായിരുന്നു. രണ്ടാഴ്ചയ്ക്ക് ശേഷം കേസിൽ വിധി പറയാമെന്ന് അറിയിക്കുകയായിരുന്നു. 34 കോടി രൂപ ദിയാദനം സ്വീകരിച്ച് കുടുംബം മാപ്പ് നൽകിയതോടെയാണ് ജൂലൈ 2-ന് അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ സൗദി സുപ്രീം കോടതി റദ്ദാക്കിയത്. തുടർന്ന് മോചന ഹർജി കഴിഞ്ഞ മാസം പരിഗണിച്ചുവെങ്കിലും വധശിക്ഷ റദ്ദാക്കിയ അതേ ബെഞ്ച് തന്നെ മോചന ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടതുണ്ടെന്ന സാങ്കേതിക കാരണത്താൽ കേസ് ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ഇതോടെയാണ് ഇന്ന് കേസ് വാദം കേൾക്കാനായി കോടതിയിൽ എത്തിയത്. പക്ഷേ ഇന്നും കോടതി രണ്ടാഴ്ച കഴിഞ്ഞ് കേസിന്റെ വിധി പറയാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് കേസിന്റെ വിധി രണ്ടാഴ്ച മാറ്റിവെക്കുന്ന കാര്യം പുറത്തു വന്നിട്ടില്ല. എന്താണ് സാങ്കേതിക കാരണം, അല്ലെങ്കിൽ മോചനം സാധ്യമാകാത്ത എന്തുകൊണ്ടാണ് കാര്യങ്ങൾ വിധിപ്പേർപ്പ് പുറത്തു വന്നാൽ മാത്രം നമുക്ക് അറിയാൻ സാധിക്കുമോ? ദൃശ്യ ശരി, ഷിൻ സെബാസ്റ്റ്യനാണ് ദുബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഈ കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷ് ഉണ്ട്. ദിസ്ന, ഈ മോചനദ്രവ്യം അടച്ച ഈ അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി കാത്തിരിക്കുകയായിരുന്നു കുടുംബം. ഇപ്പോൾ മോചന ഉത്തരവ് ഉണ്ടായിട്ടില്ല. 2 മാസത്തിന് ശേഷമാണ് ഉത്തരവ്, 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഇനി മോചന ഉത്തരവ് ഉണ്ടാവുക. എന്താണ് കുടുംബത്തിന്റെ പ്രതികരണം? 18 വർഷമായി ഒരു ഉമ്മ മകനെ കാത്തിരിക്കുന്ന വളരെ വിഷമകരമായ ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് കുടുംബം രാവിലെ മുതൽ ഈ വിധിയെ കാത്തിരുന്നത്. പക്ഷേ അതായത് ഈ ഹർജി പരിഗണിച്ചില്ല എന്നത് വളരെ നിരാശാജനകമാണെന്നാണ് ഈ കുടുംബം നമ്മളോട് പ്രതികരിച്ചത്. അതിൽ പ്രധാനമായും ഉമ്മ അടക്കമുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നത് വളരെ വിഷമമുണ്ട്, ഏറെ പ്രതീക്ഷിച്ചിരുന്നു. കാരണം നടപടിക്രമങ്ങളൊക്കെ തന്നെ അവർ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ആവശ്യപ്പെട്ട മോചനദ്രവ്യം ഒരു സമൂഹം മൊത്തം കൂടി ചേർന്ന് ഒന്നിച്ച് നൽകിയിരുന്നു. എന്നിട്ട് പോലും യാതൊരു തരത്തിൽ നടപടി ഉണ്ടാവുന്നില്ല. എന്താണ് ഇത്തരത്തിൽ സാങ്കേതികമായ ഒരു കാരണമാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ആ കാരണം എന്താണ് എന്നത് തങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നൊരു കാര്യം തന്നെയാണ് കുടുംബം പ്രധാനമായും പറഞ്ഞിരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇവർ റിയാദിലെത്തി മകനെ സന്ദർശിച്ചത്. എന്നിട്ട് ഇന്ന് രാവിലെയാണ് തിരിച്ച് കോഴിക്കോട്ടേക്ക് എത്തിയത്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ കുടുംബം ഈ വിധിയെ കാത്തിരുന്നത്. ഇനി 2 ആഴ്ച കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇത് പരിഗണിച്ച എന്തെങ്കിലും നടപടി ഉണ്ടാവുമോ എന്നത് ഇവർക്ക് അറിയാൻ കഴിയുകയുള്ളൂ. ആ ഉമ്മ നമ്മളോടൊക്കെ തന്നെയും പ്രതികരിച്ചത് വളരെ വികാര നിർഭരമായ വാക്കുകളിലൂടെയായിരുന്നു. അവർ പ്രധാനമായും പറഞ്ഞത് തനിക്ക് തന്റെ മകനെ ഒന്ന് കണ്ടാൽ മതി, നാട്ടിലെത്തി മകനെ ഒന്ന് കണ്ടാൽ മതി എന്നൊരു കാര്യം തന്നെയാണ് ആ ഉമ്മ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഒരു നാട് മുഴുവൻ ഇവരെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തരത്തിൽ ഇന്ന് വിധി വന്നതിന് ശേഷം വളരെ ആ നാട്ടിൽ മുഴുവൻ, പ്രത്യേകിച്ച് ആ കുടുംബത്തിൽ ആകെ സങ്കടം നേരിടുന്ന ഒരു അവസ്ഥ തന്നെയായിരുന്നു. നമ്മൾ അവരുടെ പ്രതികരണങ്ങളൊക്കെ തന്നെ എടുത്തിരുന്നു. സഹോദരൻ നമ്മളോട് സംസാരിച്ചിരുന്നു. അവരുടെ പ്രതികരണത്തിൽ അദ്ദേഹം പറയുന്നത്, ഉമ്മ ചോദിക്കുമ്പോൾ താൻ എന്ത് മറുപടി പറയണമെന്നറിയില്ല, വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്നത്തെ ഈ വിധിയെ കാത്തിരുന്നത്. പക്ഷെ അത് വളരെ വേദനാജനകമായി പോയി എന്ന് തന്നെയാണ് സഹോദരൻ പറയുന്നത്. എന്തായാലും 2 ആഴ്ചയ്ക്ക് ശേഷം ഈ ഹർജി ഒന്നുകൂടി പരിഗണിക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഈ വധശിക്ഷ റദ്ദാക്കിയ ബെഞ്ച് തന്നെ ഇത് പരിഗണിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഈ ഹർജി പരിഗണിക്കും. അതിൽ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബം ഇപ്പോഴും ഉള്ളത്. ദൃശ്യ ദിസ്ന സുരേഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.